ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്നൊരു അറബിക് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹരീസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് ഹരീസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഒതൻറ്റിക് സ്റ്റൈൽ ഹരീസ് അല്ല, നമ്മുടെ ഒരു സ്റ്റൈൽ, നമ്മുടെ ഒരു വേർഷൻ ഹരീസാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. ഞാനിവിടെ ഹരീസിന് എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പാണ്. ഇത് നമ്മുടെ സാധാ ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി കഴുകി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സാധാരണ അരീസിന് ഉപയോഗിക്കുന്ന ഗോതമ്പ് ഒരു വൈറ്റ് കളറിലായിരിക്കും. ഞാനിവിടെ സാധാ ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചാണ് ഇന്ന് അരീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് നല്ലോണം കുതിർത്തി എടുത്തിട്ടുണ്ട്. ഗോതമ്പൊക്കെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലൊന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഗോതമ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 പീസ് വലിയ പീസ് ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പകുതി സവാള കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. 4-5 അള്ളി വെളുത്തുള്ളിയും പിന്നെ 2 ഗ്രാമ്പു, 2 പട്ട, 2 ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്ത് ഗോതമ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം വെക്കണം, എന്നാലേ ഗോതമ്പ് നന്നായി കുക്കായി കിട്ടൂ, അല്ലെങ്കിൽ നമുക്ക് അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി കുക്കർ അടച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. എനിക്കിവിടെ ഏകദേശം 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുക്കായി കിട്ടാൻ. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് സ്പൈസസും അതുപോലെ ചിക്കൻ പീസസൊക്കെ മാറ്റി ചിക്കൻ്റെ എല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗോതമ്പൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഒപ്പം തന്നെ ചിക്കൻ പീസസും കൂടെ ഇട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആക്കേണ്ട, നമുക്ക് ചെറുതായി കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ 1-ാം പാലാണ്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് നമുക്കിത് അടിച്ചെടുക്കണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു കട്ടിയുള്ള തവി ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. കുറവാണെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹരീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹരീസ് സെർവ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് സവോള നൈസായി സ്ലൈസ് ചെയ്തിട്ട് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു നല്ല ബ്രൗൺ കളറായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഹരീസിൻ്റെ മുകളിലേക്ക് ആ നെയ്യോട് കൂടി തന്നെ ഒന്ന് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും കിസ്മിസും ഒക്കെ ഈ സമയത്ത് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളി മാത്രം ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ. ഒപ്പം തന്നെ കുറച്ച് പശുവിൻ നെയ്യ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അറബിക് സ്പെഷ്യൽ ഹരീസ്, ചിക്കൻ ഹരീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ യൂസ് ചെയ്തും മട്ടൺ യൂസ് ചെയ്തും ഒക്കെ ഇത് ഉണ്ടാക്കാം. സെയിം റെസിപ്പി തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.